സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്നതിന്റെ ഒരു 4 ഇരട്ടി കൂടുതലാണ് പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗം ഉണ്ടാവുന്നത്. അതുപോലെ ഹൃദ്രോഗം മുഖേന ഉള്ള ഡെത്ത് റേറ്റും വളരെ കൂടുതലാണ് പ്രമേഹ രോഗികളിൽ. ഇതിന്റെ പ്രധാന കാരണം ന്യൂറോപ്പതി തന്നെയാണ്. നമുക്കറിയാം, പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഷുഗർ കൂടിയ ബ്ലഡ് ഒഴുകി നമുക്ക് എൻഡോത്തീലിയൽ ഡിസ്പെഷൻ നമ്മുടെ ഞരമ്പിനുള്ളിൽ ഉള്ള ലെയറിന് നാശം വരും. ഇതിന്റെ ഫലമായിട്ട് സ്മൂത്ത് ആയിട്ട് ബ്ലഡ് ഒഴുകാത്ത അവസ്ഥ ഉണ്ടാവും. അതുപോലെ മറ്റൊന്ന്, കൊളസ്ട്രോളും ഷുഗറും ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് അതിന്റെ വ്യാസം കുറഞ്ഞു പോകും. അതിന്റെ ഫലമായിട്ട് ബ്ലഡ് കൃത്യമായിട്ട് കൊറോണറി ആർട്ടറിയൊക്കെ അടഞ്ഞു പോയിട്ട് നമ്മളുടെ ഹാർട്ടിലെ പല സെല്ലുകൾക്കും ബ്ലഡ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. ഒപ്പം ഓക്സിജന്റെ കുറവുണ്ടാവും, പോഷകങ്ങളുടെ കുറവുണ്ടാവും. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് പലപ്പോഴും സെല്ലുകൾ ഡെത്തായി പോകും. ഹൃദയത്തിന്റെ പേശികൾക്ക് ആരോഗ്യക്ഷയം വരും. അത് അകാലമായിട്ടുള്ള ഡെത്തിലേക്ക് തന്നെ പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ദോഷമായിട്ട് ബാധിക്കും. മറ്റൊന്ന്, ഇതിന്റെ ഫലമായിട്ട് മയോപ്പതി ഉണ്ടാവാം, ഹൃദയത്തിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, നീർക്കെട്ടുണ്ടാവാം. അതും ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ദോഷമായിട്ട് ബാധിക്കും. ഒപ്പം ഹൃദയത്തിന്റെ ലൈഫിനെ കുറയ്ക്കാനും അത് കാരണമായി തീരും. കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഓക്സിജന്റെ ലഭ്യത കുറഞ്ഞു പോകും. അങ്ങനെ ഹൃദയപേശികൾക്ക് പ്രാണവായു കിട്ടാത്തത് ഒരു വലിയ വിഷയമായിട്ട് ആരോഗ്യത്തെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട്. മറ്റൊരു വില്ലൻ മരുന്നുകൾ തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള കൊളസ്ട്രോൾ കഴിക്കുന്ന മരുന്ന്, അതുപോലെ പ്രഷറിന് കഴിക്കുന്ന മരുന്ന്, ഷുഗറിന്, ഈ മരുന്നുകളെല്ലാം ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന ഘടകമാണ്. ഈ പ്രമേഹമുള്ള ഒരാൾക്ക് ഹൃദ്രോഗം വരുന്നതും പ്രമേഹമില്ലാത്ത ഒരാൾക്ക് ഹൃദ്രോഗം വരുന്നതും തമ്മിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ഉണ്ടാവണത്. പ്രമേഹമില്ലാത്ത ആൾക്ക് ഹൃദ്രോഗം വന്ന് നമ്മൾ വേദന അറിയും, നേരെ ഹോസ്പിറ്റലിലെത്തി ആളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. പലപ്പോഴും പ്രമേഹമുള്ള ഒരാൾക്ക് ഹൃദ്രോഗം വന്ന് നമ്മൾ അറിയില്ല എന്നുള്ളതാണ് അവസ്ഥ. കാരണം സെൻസിറ്റിവിറ്റി കുറഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാഡികളുടെ പ്രവർത്തനം കുറഞ്ഞു പോയിട്ടുണ്ട്. ഹാർട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നം ബ്രെയിനിൽ അറിയാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും പ്രമേഹമുള്ള ആളുകള് ചികിത്സ കിട്ടാതെയാണ് അവരിവിടുന്ന് ടാറ്റ പറഞ്ഞ് പിരിയേണ്ടതായിട്ട് വരണത്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു കിടന്ന് ഉറങ്ങുകയാണ്. ഭർത്താവ് ഹൃദ്രോഗിയാണ്, ഒപ്പം ഷുഗർ ഉള്ള ആളാണ്. ഇപ്പൊ രാത്രി ഭർത്താവിന് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഭാര്യ അറിയില്ല. ചിലപ്പോൾ ഭർത്താവ് എഴുന്നേക്കാതെ വരുമ്പോഴാണ് നമ്മള് ഹോസ്പിറ്റലിലെത്തി. അപ്പോഴത്തേക്കും ആള് മരിച്ചിട്ടുണ്ട്. അനവധി കേസുകൾ ഉണ്ടാവുന്നുണ്ട്. സഡൻ ആയിട്ടുള്ള അറ്റാക്കുകൾ, സൈലന്റ് അറ്റാക്കുകൾ, ഇതൊക്കെ ഈ പ്രമേഹമുള്ള ആളുകൾക്കാണ് വളരെ കൂടുതൽ കാണുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രമേഹമുള്ളവർക്ക് ഹൃദയത്തിന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വേദന അല്ല അധികം ഉണ്ടാവുന്നത്. ചിലപ്പോൾ ശ്വാസം മുട്ടുണ്ടാവാം, അതുപോലെ മനം മറിയുന്ന പോലെ ഉണ്ടാവാം, ഛർദിലുണ്ടാവാം, ക്ഷീണം ഉണ്ടാവാം, ചിലർക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ഹൃദ്രോഗമാണെന്ന് ആരും വിചാരിക്കില്ല, മറ്റെന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിച്ചിരിക്കും. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാനോ ചികിത്സ കിട്ടാനോ സാധിക്കാതെ പോണത്. അതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുക. അതാണ് ആദ്യം ഇതിന് ചെയ്യാനുള്ള ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറഞ്ഞത്. പ്രമേഹം ഒരു ലൈഫ് സ്റ്റഡീസ് ആണ്, ജീവിതശൈലി രോഗമാണ്. പ്രമേഹത്തിന്റെ ഭാഗമാണ് ഈ ഹാർട്ടിന്റെ പ്രശ്നവും. അപ്പൊ അതിനെ മരുന്നുകൊണ്ടൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല. അതിന് വേണ്ടത് ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുക, ജീവിതചര്യയിൽ മാറ്റം വരുത്തുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ രോഗത്തിന്റെ കാരണത്തില്ലാതാക്കണം. അങ്ങനെ നമുക്ക് കാര്യമായ രോഗത്തെ കുറച്ചുകൊണ്ടാൻ സാധിക്കും. ഇത് മാത്രമാണ് ഇതിനുള്ള ശരിയായ ഒരു വഴി എന്ന് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. ധാരാളം ഹൃദയത്തിന് പ്രശ്നമുള്ള പ്രമേഹമുള്ള ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വളരെ ഫലപ്രദമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ കുറച്ചു പോകുന്നുണ്ട്, വളരെ ആരോഗ്യത്തോടെ ജീവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഹൃദ്രോഗമുണ്ട്, ഷുഗർ ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മരുന്നിനെ മാത്രം ആശ്രയിക്കാൻ പോരുത്. നമ്മൾ കുറച്ച് നേച്ചർ ലൈഫിലേക്ക് വന്നാൽ, പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയം ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ നേച്ചർ ലൈഫിലേക്ക്, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രകൃതിയുടെ മാർഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഇത് മാത്രമാണ് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു വഴി എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്.